IPL ആദ്യമായിട്ട് വന്ന വർഷം തന്നെ ഗുജറാത്ത് കപ്പ് നേടി. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിലെത്തി. എന്നാൽ ഇപ്രാവശ്യത്തെ ഗുജറാത്ത് മോശമാണ്. ഇന്ന് ഡൽഹിയുമായിട്ട് 89 റൺസിലാണ് ഗുജറാത്ത് ഓൾ ഔട്ടായത്. അവർക്കിത് നാണക്കേട് തന്നെയാണ്. ഡൽഹി ടീം മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ഋഷഭ് പന്തിനായിരുന്നു. ശേഷം ഋഷഭ് പന്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് ഇങ്ങനെ നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. 89 റൺസിലാണ് ഗുജറാത്ത് ഓൾ ഔട്ടായത്. സെക്കൻഡ് ബാറ്റിംഗിൽ ഡൽഹി ഈസി ആയിട്ട് കളി ജയിച്ചു. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരുപാട് കാലമായി ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട്, എന്നാൽ ഇപ്പോൾ IPL ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചിരിക്കുകയാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് വന്നത് കഷ്ടപ്പെട്ടിട്ടാണ്. ഞാനും സഞ്ജു മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് താരങ്ങൾ IPL ഇന്ത്യൻ ടീമിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറി നിന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. എന്നാൽ ഇപ്പോൾ ഞാൻ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് എൻ്റെ സഹകളിക്കാർക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ഋഷഭ് പന്ത് വ്യക്തമാക്കി. പണ്ട് ഋഷഭ് പന്തും സഞ്ജുവുമായിരുന്നു BCCയുടെ കണ്ണിലെ കീപ്പർമാർ. എന്നാൽ BCCI സഞ്ജുവിനെ തടഞ്ഞ് ഋഷഭ് പന്തിന് അവസരം കൊടുത്തു. പന്തിനെയായിരുന്നു BCCI വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ പന്ത് ഇക്കാര്യം മറന്നിട്ടില്ല. മാൻ ഓഫ് ദി മാച്ച് വാങ്ങിയിട്ടും സഞ്ജുവിൻ്റെ പേരാണ് ഋഷഭ് പന്ത് വ്യക്തമാക്കിയത്. ഗുജറാത്ത് ഇങ്ങനെ മോശം ടീമാകുമെന്ന് ആരും തന്നെ കരുതിയില്ല. പാണ്ഡ്യ പോയപ്പോൾ ഗുജറാത്ത് ശരിക്കും നാണം കെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ 89 റൺസിൽ ഓൾ ഔട്ട് ആകില്ലായിരുന്നു. ഗില്ലടക്കമുള്ള മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.